കാളനാണ്, കുറുക്ക് കാളൻ. പിന്നെ ഇത് വാഴയില കൊണ്ടുള്ള തോരൻ, കാട്ടുചീര കൊണ്ടുള്ള പച്ചടി, പുളിയില കട്ടി, പുളിയാറില ചമ്മന്തി, വാഴപ്പിണ്ടി സാലഡ്, മഷിത്തണ്ട് ഓലൻ. മഷിത്തണ്ടിന്റെ മറ്റൊരു വിഭവമാണ് സാലഡ്. മഷിത്തണ്ട് ക്യാരറ്റും കൂടിയിട്ടുള്ള സാലഡ്. ഇത് ചൊറികണം കൊണ്ടുള്ള സ്റ്റൂ. പിന്നെ ഇത് നിലമുരിങ്ങ വറുത്തലിശ്ശേരി. നിലമുരിങ്ങയുടെ വറുത്തലിശ്ശേരി, നിലമുരിങ്ങ അല്ലെങ്കിൽ വേള എന്ന് പറയുന്ന ചെടി കൊണ്ടുള്ള വറുത്തലിശ്ശേരിയാണ്. ചെമ്പരത്തി ഇല കൊണ്ടുള്ള സാമ്പാർ, തുമ്പ കൊണ്ടുള്ള രസം, ഇത് രസം, മുക്കുറ്റി കൊണ്ടുള്ള പായസം, പ്രഥമൻ. അപ്പൊ ഒന്ന് പറഞ്ഞ ഈ കളസദ്യനെ കുറിച്ച് രണ്ടു വാക്ക്. ഇപ്പൊ നമ്മുടെ ഇന്ന് എന്റെ 501ാമത്തെ ഔഷധ സദ്യയാണ് നടക്കുന്നത്. ഔഷധ സദ്യയാണ്, അതായത് ഔഷധ സദ്യ എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. കളകൾ എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുന്നത് കളസദ്യ. കള എന്ന് പറയുന്ന വേട് പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് എന്റെ ഭാഷയിൽ കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഒരു ഉദ്ധാരകൻ എന്നാണ് എന്റെ പ്രോജക്റ്റിന്. മാനവരാശിയുടെ ഉദ്ധാരകൻ എന്നാണ് ഞാൻ കളയെ വിശേഷിക്കുന്നത്. അപ്പൊ നമ്മുടെ 501ാമത്തെ ഔഷധ സദ്യയാണ് ഇന്നിവിടെ അറിയുന്നത്. അപ്പൊ കളകൾ എന്ന് പറയുന്നത് നമുക്ക് പറിച്ചു കളയാനുള്ളതല്ല, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സ്വീകരിക്കേണ്ടവയാണ്. കളയുടെ സംരക്ഷണത്തോടുകൂടി നമ്മളൊരു പാരിസ്ഥിതികമായ സൗഹൃദം നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു. നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട, ജൈവവളം ഉപയോഗിക്കേണ്ട, ഇതെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന നമ്മൾ പറിച്ചു കളയുന്ന കളകൾ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ അന്നം ഔഷധം എന്ന് പറയുന്ന ഈ ഭക്ഷ്യാരോഗ്യ പദ്ധതിയുടെ ഏറ്റവും എടുത്തു പറയുന്നത്. ഇതിന് ശ്രദ്ധ ഇപ്പോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ ഒരു കൂട്ടായ്മ കൊണ്ടോ ഒരാഴ്ചത്തെ കൂട്ടായ്മ കൊണ്ടോ നമുക്ക് ഈ ചെടികളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരേ ചെടികൾ തന്നെ ഒരേ വിഭാഗത്തിലുള്ള ചെടികളുണ്ട്. അപ്പൊ നമ്മള് ഇത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെടികളെല്ലാം ഭക്ഷ്യയോഗ്യമാണോ. ഏകദേശം 500ൽ പരം ഭക്ഷ്യയോഗ്യമായ ചെടികൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ അവൈലബിൾ ആണ്. ഈ അവൈലബിൾ ആയ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ഏത് തരത്തിലുള്ള ഭക്ഷണം വേണോ അത് നമുക്ക് സ്വാദിഷ്ടമായി തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു വിഭവമാണെങ്കിൽ ആ വിഭവത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ ചേർത്തുകൊണ്ടായിരിക്കണം. ഇപ്പൊ എല്ലാം കൊണ്ടും തോരൻ ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാം കൊണ്ടും ഓല ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സാധനം കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് ഒരു ചെടികൾ കൊണ്ട് അതിന്റെ കണ്ടന്റ് അനുസരിച്ച വിഭവങ്ങളെ മാത്രമേ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു സദ്യ നടത്തി കഴിയുമ്പോൾ ആ സദ്യാ വിഭവങ്ങൾ സ്വാദിഷ്ടമാണെങ്കിൽ മാത്രമേ ഈ പാത പിൻവലിക്കുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. എന്റെ 176ാമത്തെ കളസദ്യയ്ക്ക് ശേഷമാണ് നിയമസഭാ സാമാജികർക്കായിട്ട് നിയമസഭയുടെ 14ാം സമ്മേളനത്തിലാണ് നമ്മൾ അന്നമൗഷധത്തിന്റെ കളസദ്യ നിയമസഭയിൽ ഇറങ്ങിയിരുന്നത്. അപ്പോ അത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിയമസഭാ സ്പീക്കറും മറ്റു മന്ത്രിമാരൊക്കെ പറഞ്ഞത് ഗംഭീരമായിട്ട് യൂട്യൂബിൽ നോക്കിയ അന്നം ഔഷധം എന്ന് മാത്രം, അല്ലെങ്കിൽ ഡോക്ടർ സജീവ് കുമാർ അന്നം ഔഷധം യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലോ സെർച്ച് ചെയ്ത അതിന്റെ വിപുലമായ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഷിത്തണ്ട് വെള്ളമില്ലാതെ അരിഞ്ഞെടുത്തിട്ട് എണ്ണയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതായത് പച്ചമുളക് ഇത് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളെല്ലാം ആദ്യം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഒരു കുക്കിംഗ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രോഗ്രാമിനകത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് ഓരോരോ റോ മെറ്റീരിയൽസ് ആദ്യം തയ്യാറാക്കിയിരിക്കുകയാണ്. ശരിക്കും സാധാരണ നമ്മുടെ മഷിത്തണ്ട് ഇത് വെളിച്ചെണ്ണയിൽ ഇതിലോടൊപ്പമാണ് ചെയ്യേണ്ടത്. അപ്പോൾ പച്ചമുളകൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് കറിയാം. ഇനി മഷിത്തണ്ട് തയ്യാറാക്കി വെച്ച മഷിത്തണ്ട് ആഡ് ചെയ്യാം. പിന്നെ എല്ലാ സാധനവും പ്രിപ്പയർ ചെയ്തതാണ്. പയർ വേവിച്ച് വെച്ച പയറാണ്.
നമുക്ക് ഈ മഷിത്തണ്ട് ഓലൻ ഉണ്ടാക്കുമ്പോഴേ അതില് മഷിത്തണ്ട് കൂടെ കൂടെ സാധാ പയറാണ് ഉപയോഗിച്ചാണ്. സാധാ പയർ, സാധാ പയർ, മമ്പയർ, വൻപയർ വേവിച്ചത് അല്ലാണോ? വേവിച്ചത് അതിന് മിക്സ് ആക്കിയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് ആവശ്യത്തില്ലെങ്കിൽ കുറച്ച് സാധനം ഉപയോഗിച്ചാൽ മതി. ഇതൊരു പ്രോഗ്രാമിനായതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനം ഇൻഗ്രീഡിയൻസ് എടുത്താലും എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പയർ മാത്രമായാലും പയർ മാത്രമായാലും കോമ്പിനേഷൻ ഉണ്ട്. മഷിത്തണ്ടിന് ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ട്. അത് മാറണമെങ്കിൽ നമ്മൾ മത്തൻ ഉപയോഗിക്കണം. മത്തൻ ഉപയോഗിക്കണം അല്ലേ? ഉപ്പ് ആവശ്യത്തിന് അല്ലേ? നമ്മുടെ സദ്യാ വിഭവങ്ങൾ വിളമ്പുന്ന ഓരോ വിഭവങ്ങൾക്കും അതിന്റേതായ ഔഷധ ഗുണങ്ങളുണ്ട്. ഏത് വിഭവം വിളമ്പിയാലും. അപ്പൊ 16 ഐറ്റം വിഭവമുള്ള 16 ഐറ്റവും എപ്പോൾ കഴിക്കണം, അതിന് ഓരോ ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ ഓലൻ എന്ന് പറയുന്ന വിഭവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കറികൾ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഓലൻ തൊട്ട് കഴിഞ്ഞാൽ ആ മറ്റ് കറിയുടെ ടേസ്റ്റ് പോയി നമ്മളെ നാവ് ഫ്രഷായിട്ട് മാറും. അതാണ് ഓലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഇപ്പൊ നമ്മളിവിടെ തയ്യാറാക്കിയുള്ള മഷിത്തണ്ട് കൊണ്ടുള്ള ഓലനാണ്. മഷിത്തണ്ട് കൊണ്ടുള്ള ഓലൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറെ മിനിമൈസ് ചെയ്യുക, അതായത് അമിതമായ ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മഷിത്തണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ വേദന സംഹാരിയാണ്. ഏറ്റവും വലിയ അനാൽജസിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് മഷിത്തണ്ട്. ഇപ്പൊ മഷിത്തണ്ട് ഓലൻ തയ്യാറായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ച തമ്പാൽ അല്പം ആഡ് ചെയ്യാണ്. നമ്മുടെ മഷിത്തണ്ട് ഓലൻ റെഡി കേട്ടാ. തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഈ ചെമ്പിന്റെ അംശമില്ലാത്ത സ്ഥലത്ത് പൂർണ്ണമായിട്ട് പച്ച കളറായിരിക്കും. ഇത് തൈറോയിഡിന് ഏറ്റവും വളരെ ഗുണപ്രദമായ, ഇനി ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും അതിന് ഹോർമോൺ ഡിസോർഡർ ആണെങ്കിലും അതിനെ പരിഹരിക്കാൻ നമ്മുടെ കാട്ടുചീരയ്ക്ക് വളരെയധികം ഗുണമുണ്ട്. ഇത് നമ്മൾ വിവിധ വിഭവങ്ങളാക്കി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ദിവസം ഒരേ സെയിം വിഭവങ്ങൾ ഉണ്ടാകാതെ കടലക്കറിയോ തോരനോ പച്ചടിയോ അങ്ങനെ സാലഡോ വിവിധമായ വ്യത്യസ്ത വിഭവങ്ങളാക്കി മാറ്റി നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തൈറോയിഡിന് ഏറ്റവും ഗുണപ്രദമാണ്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൊറികണം കൊണ്ടുള്ള സ്റ്റൂ ആണ്. ചൊറികണം കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ചൊറികണം കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കാം, ഫ്രൈ ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, അങ്ങനെ ഒട്ടനവധി ഒരു 15ഓളം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതിൽ ചേർക്കുന്ന വിഭവങ്ങൾ അനുസരിച്ചാണ്, ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് അതിന്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരും. ഇപ്പൊ നമ്മളിവിടെ തയ്യാറാക്കുന്ന ചൊറികണം സ്റ്റൂ ആണ്. സാധാരണ നമ്മൾ സ്റ്റൂവിന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ആണ്. എല്ലാം വേവിച്ചിരിക്കുകയാണ്. ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ട് ചൊറികണം എണ്ണയിൽ ആദ്യമേ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മള് ഇപ്പൊ സവാള നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാളയും വഴറ്റി വെച്ച സവാളയാണ്. അതായത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അല്പം പച്ചമുളക് അരച്ചത് ആഡ് ചെയ്യാണ്, അല്പം ഇഞ്ചി ആഡ് ചെയ്യും. ഈ സ്റ്റൂ നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പോ അല്ലെങ്കിൽ ദോശയുടെ ഒപ്പമൊക്കെ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനമാണ് നമ്മുടെ സ്റ്റൂ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മള് ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടായിരിക്കും. എല്ലാരും പറയാ ഉരുളൻകിഴങ്ങ് കഴിച്ചാൽ ഗ്യാസാന്ന് പറയും. ഉരുളൻകിഴങ്ങിന് ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ല. അതായത് ഉരുളൻകിഴങ്ങിന്റെ പുറത്ത് കാണുന്ന ആ കനം കുറഞ്ഞ ആവരണമാണ് ഉരുളൻകിഴങ്ങിലെ കാർബോഹൈഡ്രേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഉരുളൻകിഴങ്ങിൽ ഫിനോളിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ആവരണമാണ് അതിന്റെ പുറത്തുള്ളത്. അപ്പൊ ഗ്യാസ് പരമായ എല്ലാ രോഗങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഭവമാക്കിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങിന്റെ തൊലി കളയാതെ ഉപയോഗിച്ചാൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ ഉരുളൻകിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായി കഴുകിയതിനു ശേഷം തൊലി കളയാതെ പാചകം ചെയ്യുക. തൊലി കളഞ്ഞ് പാചകം ചെയ്താൽ അത് വളരെ ദോഷകരമാണ്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റിന് ഏറ്റവും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ്. ഡയബറ്റിക് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഉരുളൻകിഴങ്ങ് നമ്മൾ ചെറുതായി മുറിച്ച് ഉണക്കിയെടുത്ത് വിരകി കൊടുക്കുകയാണെങ്കിൽ, പാല് വിരകി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയ ഒരു പോഷക ഫുഡാണ് ഉരുളക്കിഴങ്ങ്. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ ഇനി ഗ്യാസ് പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടി ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന
പല ഇലകളുണ്ട്. ആ ഇലകളുടെ കോമ്പിനേഷനോട് കൂടി ഉരുളക്കിഴങ്ങിന്റെ ദോഷകാരി എന്ന് പറയുന്നത് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാട്ടോ നമ്മള് ഡോക്ടർ പറഞ്ഞ ചൊറിയണം. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് ചൊറിയൻ തുമ്പാന്നൊക്കെ പറയും. ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ യഥേഷ്ടം കാണുന്ന ഒരു കളയാണ്. ഇതിന്റെ നമ്മുടെ കാര്യം അതായത് ചൊറിയൻ ഇതെന്ന് പറയുന്നത് വളരെ പ്രോട്ടീൻ സമ്പന്നമായ ഒരു ഇലയാണത്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത, നമുക്കിപ്പോ ചൊറിയണം പറിക്കുമ്പോൾ സാധാരണ ചൊറിയും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ ചൊറികണത്തിന്റെ ആ ചൊറികണം തട്ടിയിട്ടുണ്ടാകുന്ന ആ ചൊറിച്ചില് നമുക്കൊരു അനുഗ്രഹീതമാണ്. അനുഗ്രഹീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൊറികണം നമ്മുടെ ശരീരത്തിൽ തട്ടി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള 6 ഫാക്ടർ, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഫാക്ടറിനെ കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫൈറ്റോ കെമിക്കല് നമ്മുടെ ശരീരത്തിൽ ഇത് തൊട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്നു. അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് ചൊറികണം കടിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഒരു ചൊറികണത്തിന്റെ കടി കിട്ടിയാൽ അത് നമ്മുടെ ശരീരത്തിലെ ആർത്തറ്റിക്സിന്റെ അളവ്, 6 ഫാക്ടറിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇത് ഔഷധമായിട്ട് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യാം, അതേപോലെ ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഏത് ഭാഗങ്ങൾ യൂസ് ചെയ്താണ്? ഇത് സാധാരണ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കഷായം പോലെ അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് ആണെങ്കിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് നമ്മുടെ ഇഷ്ടം ഉണ്ടാക്കാൻ ഈ ഇല എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കും. ഇല്ല, അതായത് ചൊറിയൽ എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ മുക്കിയെടുത്താൽ തന്നെ ഇതിന്റെ ചൊറിയൽ പോകും. ആ ചൊറിയുക എന്നുള്ളത് അതിന്റെ ചെറിയൊരു പ്രോപ്പർട്ടി മാത്രമാണ്. അത് ഭക്ഷണത്തിൽ ഒരു കാരണവശാലും അതിന്റെ ചൊറിച്ചെന്നുള്ള ഫീലിംഗ്സ് ഉണ്ടാവില്ല. പെരുംജീരകം വറുത്ത് പൊടിച്ചതാണ്, കുരുമുളക്. ചൊറികണം സ്റ്റൂ കംപ്ലീറ്റ് ഫിനിഷ് ആയി കഴിഞ്ഞു. അടുത്തത് കാണാൻ പോണത് നിലമുരിങ്ങ വറുത്തത്, വറുത്തലിശ്ശേരി. നിലമുരിങ്ങ വറുത്തലിശ്ശേരി, അതായത് ഗൈനൻഡ്ര ഡ്രോപ്പീസ് ഗൈനൻഡ്ര എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ചെടിയാണിത്. നിലമുരിങ്ങ അല്ലെങ്കിൽ വേള, 1000 കാലി എന്നൊക്കെ വിവിധ പേരിൽ, 1000 വാള് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, കേരളത്തില് വിവിധ പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൂതവിള എന്ന് പറയും, ഇങ്ങനെ വിവിധ പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇത്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളാണുള്ളത്. നമ്മൾ ഇതിനോട് ഏത് ഇൻഗ്രീഡിയൻസ് ചേരുന്നുവോ അതനുസരിച്ചാണ് അതിന്റെ ഗുണം. ഇതിനോടൊപ്പം ചെറുപയർ ചേർത്ത കോമ്പിനേഷൻ ആണെങ്കിൽ മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടി വളരെ ഗുണപ്രദമാണ്. ഇതിനോടൊപ്പം മുതിരയൊക്കെ ചേർന്ന കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഓസ്റ്റിയോസാർക്കോമയ്ക്കൊക്കെ വളരെ ഗുണപ്രദമായ ഒരു സാധനമാണ്. പിന്നെ തൈറോയിഡിനും ഇത് വളരെ ഗുണപ്രദമാണ്. അപ്പൊ നമ്മൾ ഏതാണോ അതിൽ ഇൻഗ്രീഡിയൻസ് ചേരുന്നത് അതനുസരിച്ചായിരിക്കും ഇതിന്റെ ഔഷധ ഗുണം. ഇന്നിപ്പോ നമ്മളിവിടെ തയ്യാറാക്കുന്നത് നിലമുരിങ്ങ കൊണ്ടുള്ള വറുത്തലിശ്ശേരിയാണ്. ഈ വറുത്തലിശ്ശേരി ഏകദേശം നമ്മുടെ തൈറോയിഡിന് സപ്പോർട്ടീവായ ഒരു കോമ്പിനേഷനിലാണ് ഇന്ന് വർക്കൌട്ട് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ കായും അല്ല, സമൂലമാണ്. അതായത് സമൂലം നമ്മള് കിളുന്തായിട്ടുള്ള ഭാഗം കൊത്തിയരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. ആ വറുത്ത് കോരിയതാണ് ഇതിലുള്ളത്. ഇതിലേക്ക് നമ്മള് അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്തു. പിന്നെ അതുപോലെ ഉണക്കമുളക് വറുത്തതാണ്, അത് നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യിൽ വറുത്തെടുത്ത ഉണക്കമുളകാണ് നമ്മൾ ചേർക്കുന്നത്. അല്പം കുരുമുളക് പൊടി. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മള് പുളിയാണ് ഒഴിക്കുക, പുളിവെള്ളം, വാളംപുളി. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് വേള എന്ന് പറയുന്ന ചെടിയാണ്. വേള, 1000 വാള്, തൂതവിള, അങ്ങനെ 6-7 പേരുകൾ അറിയപ്പെടുന്ന ചെടിയാണ്. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോ ഇന്ദുപ്പാണല്ല, അല്ല, ഇതിപ്പോ നമുക്ക് കല്ലുപ്പാണ് ഉപയോഗിച്ചുള്ളത്. ഇന്ദുപ്പ് അല്ലെങ്കിൽ കറുത്ത ഉപ്പ് ഉപയോഗിക്കുന്നത് വളരെ ബെറ്ററാണ്. ഇത് നമുക്ക് തേങ്ങ അരച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ പരിമിതിയുടെ കൊണ്ടാണ് ഇത് മുമ്പ് അരച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ ചേർത്തിട്ട് തേങ്ങയിൽ നമ്മള് ഉണക്കമുളക് വറുത്തത്, പിന്നെ അതുപോലെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് വറുത്തത്, ഇതെല്ലാം കൂടി ചേർത്ത് തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്പം ജീരകം ചേർക്കാം. അപ്പൊ നമ്മൾ മുളക് പൊടിച്ചതിൽ ഈ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പും ചേർത്തിട്ടുണ്ട്, ഇതില് ജീരകവും ചേർത്ത കൂട്ടാണ്. നമ്മുടെ ജീരകവും ഉലുവയും കറിവേപ്പിലും ചേർത്ത് വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി ക്ലിയറായി. നമ്മുടെ ഇന്നത്തെ ഓണസദ്യയിലെ ഇവിടുത്തെ സാമ്പാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സാമ്പാർ കൂടെ ഒരുവിധം പാകമായിട്ടുണ്ട്. ഇതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. തുവരപ്പരിപ്പ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കും. അതിനകത്തേക്ക് നമ്മൾ ചെമ്പരത്തി ഇല, മൂത്ത ചെമ്പരത്തി ഇല എണ്ണയിൽ വഴറ്റി നേരത്തെ വെച്ചിരുന്നതും കൂടി ചേർത്ത് മിക്സാക്കും.
ഒപ്പം കുറച്ച് തക്കാളി, കുറച്ച് സവോള വഴറ്റിയത്, അങ്ങനെയുള്ള സാധനങ്ങൾ. അല്ലാതെ വേറെ കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ച് മല്ലിപ്പൊടി നമ്മൾ മൂപ്പിച്ച് ചേർക്കും, മഞ്ഞൾപ്പൊടി ചേർക്കും, ലേശം ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കും. ഏറ്റവും ഒടുവിൽ നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി താളിക്കും. ഇതാണ് മറ്റു സാധനങ്ങളൊന്നുമില്ല. ഈ ചെമ്പരത്തിയും തുവരപ്പരിപ്പും കൂടി ചേർന്നിട്ടാണ് അതിനകത്തെ പ്രധാന ഘടകമാകുക. ഇത് നമ്മൾ പ്രമേഹ രോഗ സംഹാരിയായിട്ടുള്ള സാധനമാണ്. ഇതിപ്പോ ചെമ്പരത്തിനെ അരിഞ്ഞ് വഴറ്റിയതാണ്. മറ്റേ തോരപ്പരിപ്പ് നമ്മളത് വേവിച്ച് അതിലെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. തക്കാളി ഇനിയിപ്പോ നമ്മൾ കടുക് താളിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. അപ്പൊ ചെമ്പരത്തിയുടെ എല്ലാം വഴറ്റിയതിൽ ഇടുന്നൂട്ടാ. ഇതാണ് നമ്മൾ അതിന്റെ പേര് ചെമ്പരത്തിയുടെ സാമ്പാർ എന്നാണ്. ചെമ്പരത്തിയിലെ സാമ്പാർ ആണ് നമ്മൾ ഇന്നത്തെ പ്രധാന സാമ്പാർ വിഭവം. നമുക്കിനി അടുത്തത് ഒരു കാളനാണ്. നമ്മൾ പലതരം കാളനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു പ്രത്യേകതയുള്ള കാളനാ. ഈ കാളന്റെ പേരെന്താ? അതായത് പാറകം അല്ലെങ്കിൽ തേരകം അല്ലെങ്കിൽ എരുമനാക്ക് എന്ന് പറയപ്പെടുന്ന ചെടിയുടെ കായ കൊണ്ടാണ് നമ്മള് ഇതാണ് ആ കായ. ഇത് ചെടി ഇതിന്റെ വേറെ സ്പീഷീസ് ഉണ്ട്, നോക്കണം. വള്ളിയും ഉണ്ടാവുന്നതല്ല യൂസ് ചെയ്യേണ്ടത്, മരത്തിന് ഇതാണ് ഇല. അതായത് ഇതിന് ഏറ്റവും വളരെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിനേക്കാൾ അപ്പുറമായിട്ട് വേറൊരു പ്രതിവിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടൽ പുണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഔഷധമാണ് നമ്മുടെ ഈ പാറകം എന്ന് പറയുന്നത്. അപ്പൊ പാറകം കൊണ്ട് നമ്മൾ മോര് കാച്ചുക അല്ലെങ്കിൽ കാളൻ ഉണ്ടാക്കി, ഇതിന് വിഭവം ഏതെങ്കിലും വിഭവങ്ങൾ കഴിച്ചിട്ട് കാര്യമില്ല. കാളനോ അല്ലെങ്കിൽ മോര് ചേർത്ത ആ റെസിപ്പി മാത്രമേ നമ്മുടെ കുടലിന്റെ പുണ്ണിനെയും വായ്പുണ്ണിനെയും സുഖപ്പെടുത്തും. അതായത് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വായ്പുണ്ണോ കുടൽപുണ്ണോ ഒന്നും തന്നെ വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോ പാറകം അല്ലെങ്കിൽ തേരകം കൊണ്ടുള്ള കാളനാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കാളനിൽ ഉപയോഗിക്കുന്ന എല്ലാ കോമ്പിനേഷനും. പക്ഷെ ബേസിക് കണ്ടന്റ് നമ്മൾ സാധാരണ കായയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന തേരകം അല്ലെങ്കിൽ പാറകം, പാറകം അല്ലെങ്കിൽ എരുമനാക്ക് എന്ന് പറയുന്നതിന്റെ കായയാണ്. അതായത് ഇതിലല്പം പിന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിവെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുറിച്ചിട്ടിട്ട് അതിന്റെ ആ കട്ട് പോലെയുള്ള സാധനം റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് വേണം അരമണിക്കൂർ പുളിവെള്ളത്തിൽ മുറിച്ച് എന്നിട്ട് നന്നായി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. തേങ്ങയും തേങ്ങയും ജീരകവും ചേർത്ത് തേങ്ങയും ജീരകവും ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കേണ്ടതാണ്. ഇവിടുത്തെ ലിമിറ്റേഷൻ കൊണ്ടാണ് ഇതെല്ലാം പൗഡർ ആക്കിയിരിക്കുന്നത്. ഉണക്കമുളക് നമ്മളതിൽ ഉപ്പിട്ടു, അതിന് ശേഷം കുരുമുളക് പൊടിയില്ല, ചെറിയൊരു കാര്യം കുരുമുളകാണെങ്കിൽ തൈര് ചൂടാകും. ഓഫ് ചെയ്തിട്ടാണല്ലേ തൈര് ആഡ് ചെയ്ത്. ഇപ്പൊ കുറുക്ക് കാളനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിനി നമ്മള് ഉലുവയും ഉണക്കമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് വറുത്തിടുക. അതോടെ കടുക് ചേർത്ത് ഉലുവ യൂസ് ചെയ്യുക. ഉലുവയാണ്. അതായത് നമ്മുടെ കുടൽ സംബന്ധമായ രോഗത്തിന് ഏറ്റവും സപ്പോർട്ടീവ് ആയുള്ള സാധനം ഉലുവയാണ്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വിഭവം വരുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള സലാഡാട്ടാ. അപ്പൊ അതിന്റെ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. വാഴപ്പിണ്ടിയുടെ കാലത്ത് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് എടുത്ത് നല്ല സലാഡിന് അരിയുന്ന പോലെ അരിഞ്ഞിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടു. നമ്മള് വാഴപ്പിണ്ടി സലാഡ് ഈ ആകൃതിയിൽ തന്നെ പോകും. ഒരു മീറ്ററിൽ 120 കഷ്ണം എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. ഒരു കറിവേപ്പിലിന്റെ തണ്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി. മാത്രമല്ല കുടലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുടലിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇതെടുത്തും കൂടി പോകും. ഇത് എന്നിട്ടിപ്പോ കുരുമുളക് പൊടി. ഇതിപ്പോ ചെറുനാരങ്ങ നീരല്ലേ? തീർന്നു. ഇനി ഒന്നുമില്ല. ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ വാഴപ്പിണ്ടി സലാഡ് വരും. മത്തിത്തണ്ട് ചെറുതാക്കി അരിഞ്ഞതും ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും അതിൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീരും ചേർത്താൽ നല്ലൊരു സലാഡ് വരും. നല്ല സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രധാന സാധനം തന്നെയാണത്. ഞാനത് സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാന്നുള്ളതാണ് ഇല്ലെന്ന് പറഞ്ഞത്. മഷിത്തണ്ട് നമുക്കിപ്പോ കറണ്ട് പോയി, മുറിക്കകത്ത് ഭയങ്കര ചൂടാണ്. നമ്മളൊരു 3-4 ചൂട് മഷിത്തണ്ട് പറിച്ചുകൊണ്ടൊന്ന് ജനാലേക്ക് എടുത്ത് നോക്കിയിട്ടാൽ മതി. നമുക്ക് തണുക്കും, ഒരു സംശയമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളത് ജ്യൂസായിട്ട് കഴിച്ചാൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടും. ചൂടിനെ നന്നായിട്ട് കളയും. പിന്നെ
വല്ലാത്ത പെയിന് അവിടെ ഇവിടെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അരച്ച് വരട്ടിയാൽ മതി. ഇത്രയും വലിയ പെയിൻ കില്ലർ വേറെ ഇല്ല നാച്ചുറലായിട്ട്. മഷിത്തണ്ട് നമുക്ക് മഷിത്തണ്ട് ആകെ അറിയാം. പണ്ട് സ്കൂളിലൊക്കെ പോയ സമയത്ത് സ്ലേറ്റ് മാറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമേ അറിയുള്ളൂ. ഇപ്പോ അധികം പീരീഡ്സിന്റെ സമയത്തൊക്കെ ഭയങ്കരമായ സ്ട്രെസ് ചിലർക്ക് ഹിപ്പിലൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊന്ന് ചതച്ചിട്ട് നമ്മളൊന്ന് റാപ്പർ പോലെ കെട്ടിക്കണം. പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും നമ്മുടെ വീട്ടിലെ പിള്ളേരടക്കം ചെയ്യൂല. നമുക്ക് അടുത്തൊരു വിഭവം പുളിയില കട്ടി, വാളം പുളിയുടെ ഇല വൃത്തിയാക്കി എടുത്ത് അരച്ച് ചാണ്ട് പോലെ ആക്കി വെളിച്ചെണ്ണയിൽ മൂപ്പിക്കും. അതിനകത്തേക്ക് ലേശം ശർക്കര പാനിയും കട്ടിയുള്ള പുളിവെള്ളവും കൂടി ചേർത്ത് കുറുക്കി വരുമ്പോൾ കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് മൂന്നും ചേർത്ത് ഉപ്പ് പാകമാക്കി ഇറക്കും. പുളിയിലയുടെ നമ്മുടെ പുളി ഇഞ്ചിക്ക് വരും നമ്മൾ വിളമ്പണ ഇതാണ്. മറ്റേ നമ്മുടെ പുളി ഇഞ്ചി ഇല്ലേ, ഇഞ്ചി കറിയുന്ന വരും. അപ്പൊ അതൊരൈറ്റം. വാളംപുളിയുടെ അല്ല ഇത് ഇത് കിടപ്പുണ്ട്. പുളിയാറില എന്ന് പറയും. വയറുകടിക്കും വയറുവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പുളിയാറില വൃത്തിയാക്കിയെടുത്ത് തേങ്ങാപ്പീരയും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പാകത്തിന് ചേർത്ത് ഉപ്പുമായിട്ട് ചേർത്ത് അരച്ചെടുക്കുന്ന ചമ്മന്തി. എല്ലാം കൂടി ചേർത്ത് ചമ്മന്തിയായിട്ടാണ്. അപ്പൊ അതിച്ചിരി നമ്മുടെ ഈ ഒരു പരുവത്തിലായിരിക്കും. പൊടി പോലെ മറ്റേ കുഴഞ്ഞിട്ടായിരിക്കും. അടുത്ത വിഭവം എന്ന് പറയുന്നത് വാഴയില തലകൾ. വിടരാത്ത ചുരുണ്ടിരിക്കുന്ന വാഴയിലയുടെ തലകളെടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വഴറ്റി മാറ്റി വയ്ക്കും. അധികം വേവിച്ചുടയ്ക്കാത്ത ചെറുപയർ ആണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ്. തേങ്ങ, ജീരകവും പച്ചമുളകും ചേർത്തിട്ട് നമ്മൾ അവച്ച് വെക്കണം അവിയലിന്റെ പരുവത്തിൽ. എന്നിട്ട് കടുക് താളിച്ച് ഉണക്കമുളകും കറിവേപ്പിലും കടുക് താളിച്ചിട്ട് മുട്ട ഇട്ട് ചിക്കണം. നമുക്ക് ഈ ഓണസദ്യക്ക് നമുക്ക് മെയിനായിട്ട് ചോറ് മട്ടരിയുടെ ചോറാട്ടോ നമുക്ക് യൂസ് ചെയ്യണത്. മട്ടരി അത് വേവിച്ച് അവര് ഊറ്റി വെക്കുന്നു. നമുക്കിവിടെ കുടിവെള്ളം ഉപയോഗിക്കുന്നതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഇപ്പൊ ഇവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യം ഡോക്ടർ നമുക്കൊന്ന് പറഞ്ഞു തരും. നമ്മൾ കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് തുമ്പയാണ്. അതായത് പൂത്തുമ്പ എന്ന് പറയുന്ന തുമ്പായിട്ടാണ് ഇന്നത്തെ കുടിവെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. തുമ്പയും അതിൽ ജീരകമുണ്ട്. കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കുടിവെള്ളം ഉപയോഗിച്ചത്. സ്ഥിരമായിട്ട് ഒരു കുടിവെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു കുടിവെള്ളം പോലും നമ്മളിപ്പോ കരിങ്ങാലി ആവട്ടെ, അല്ലെങ്കിൽ ജീരകമാവട്ടെ, ഉലുവയാകട്ടെ, ഇങ്ങനെ ഒരു സാധനം പോലും കുടിവെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ഓരോ സാധനങ്ങളിട്ട് തിളപ്പിച്ചുകൊണ്ട് കുടിവെള്ളം ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ ആ വെള്ളം തിളപ്പിക്കുന്നതിൽ കണ്ട തുമ്പ എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, ആ പറഞ്ഞതാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിലുള്ള പൂത്തുമ്പ എന്ന് പറയുന്ന അത് ഐറ്റാണ്. ഞാനിപ്പോ ഇത് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇത് റിയൽ ആയിട്ടുള്ളത് പറിച്ച് കാണിച്ചു തരുന്നത്. ഇത് കണ്ട, ഇതാണ് ആ പൂത്തുമ്പ. ഇത് നമ്മളിപ്പോ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കുടിവെള്ളം ശരിയാക്കണേ. ഇനി ഇതുകൊണ്ട് വേറെ എന്ത് വിഭവമുള്ള നമുക്കിന്ന്? ഇതുകൊണ്ട് സാധാരണ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് തുമ്പയുടെ തളിരും വേലയും ഉപയോഗിച്ചുകൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് രസം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ തുമ്പ കൊണ്ടുണ്ടാക്കിയ രസം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കംപ്ലീറ്റ് വേംസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മറ്റ് വിരകൾ നീക്കം ചെയ്യുവാൻ മറ്റ് മരുന്നുകൾ ഉപയോഗിക്കാതെ നമ്മൾ ഒരാഴ്ച നമ്മൾ തുമ്പ കൊണ്ടുള്ള രസം രാത്രി ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. രാത്രി തുമ്പ കൊണ്ടുള്ള രസം ചേർത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ചോറോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ആവശ്യമില്ലാത്ത വേംസ് എല്ലാം എലിമിനേറ്റ് ചെയ്യും. നല്ല വേംസ് ബോഡിയിൽ ആവശ്യമുള്ള ഇൻഡസ്ട്രിയിൽ ആവശ്യമായത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ബയോസിസ്റ്റം കറക്റ്റ് ഇൻഡസ്ട്രിയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തുമ്പ. അപ്പൊ തുമ്പ കൊണ്ടുള്ള വിരക്കുള്ള ഒരു രസമാണ്. അപ്പൊ ഇതേപോലെ രസം നമുക്ക് 30 ടൈപ്പ് രസങ്ങൾ ഉണ്ടാക്കാം. 30 ടൈപ്പ് രസത്തിന്റെയും കോമ്പിനേഷൻ ഇന്ത്യയിൽ ഡിഫറന്റ് ആണ്. ഇപ്പൊ നമ്മള് ഈ നിലമുരിങ്ങ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വിഭവമുണ്ട്. നിലമുരിങ്ങ കൊണ്ട് പച്ചടിയാണ്. ആ നിലമുരിങ്ങ കൊണ്ട് രസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പൈൽസുകാരനുള്ള ഏറ്റവും വലിയ ഒരു റെസൊല്യൂഷനാണ്. ഇനി വള്ളി ഉഴിഞ്ഞ കൊണ്ടാണ് രസം ഉണ്ടാക്കുന്നതെങ്കിൽ വള്ളി ഉഴിഞ്ഞാൽ നമുക്ക് ബോഡി പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് മാറുകയും അതിലെ പ്ലാന്റിന്റെ സ്റ്റാറ്റസ് മാറുമ്പോൾ അത് ഓരോ രോഗത്തിനായിട്ട് ആക്ട് ചെയ്യും.
അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാറുമ്പോ അതിന് ചേർക്കുന്ന മെറ്റീരിയൽസ് മാറും. അത് ആ രോഗത്തിന് അനുയോജ്യമായ, അതായത് ഇത് ഫുഡ് കോമ്പിനേഷൻസ് അനുസരിച്ചാണ് ഓരോ സാധനം പ്രിപ്പയർ ചെയ്യുന്നത്. ആ വിരുദ്ധ കോമ്പിനേഷനിൽ ഈ സാധനം ചെയ്താൽ അത് ഇതേപോലെ തന്നെ ഡ്രോബാക്ക് ഉണ്ടാവും. ഇത് സാധാരണ നമ്മള് കിച്ചണിൽ ഇതൊക്കെ ഞാൻ കണ്ടതല്ലേ എന്നിട്ട് കിച്ചണിൽ പറിച്ചുണ്ടാക്കിയ വളരെ ഗുണത്തേക്കാൾ ഏറെ ദോഷം ഉണ്ടാക്കും. അതായത് ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാലഡ് എന്ന് പറഞ്ഞാൽ മഷിത്തണ്ടിന്റെ സാലഡാണ്. സാധാരണ സാലഡിൽ നമ്മള് പിന്നെ എന്താ ഉപയോഗിക്കാറ്? സാധാരണ നമ്മൾ തൈര് ഉപയോഗിക്കും. തൈര് ഉപയോഗിച്ച് സാലഡ് ഉണ്ടാക്കും. പക്ഷെ ആ മഷിത്തണ്ടിലെ സാലഡിന് തൈര് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ചെറുനാരങ്ങ നീര്, കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഓരോരുത്തരുടെ പുതിയ കണ്ടുപിടുത്തമാക്കിയിട്ട് അതിനെ തൈര് ഉപയോഗിച്ചു. പത്തനംതിട്ടയിൽ ഇതേപോലെ ഒരാൾ തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതിൽ ചെയ്യരുത്. എന്നിട്ട് അതായത് ഇത് വളരെ ഗവേഷണപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ ഇത് ചെയ്യുമ്പോൾ അത് അതിന്റേതായ ഫുഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പെഷ്യലി ഓരോ പ്രോട്ടീൻ സ്ട്രക്ചറും കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്വന്തമായ ഒരു കണ്ടുപിടുത്തമായിട്ട് ഇതിനെ യൂസ് ചെയ്യരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്വന്തമായ കണ്ടുപിടുത്തം നിങ്ങൾ വേറെ ഫുഡ് ചെയ്തോ കളകൾ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതിൽ ഒരുപാട് ഗവേഷണപരമായ കാര്യഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന അതിവിപുലമായൊരു സബ്ജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കളകളെ പറിച്ചു കളയുമ്പോൾ ആ കളകളെ നമ്മൾ സംരക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ള ഒരു ഗംഭീരമായ പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഫുഡ് കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോണത് മുക്കുറ്റി പ്രഥമൻ എന്ന് പറഞ്ഞത് ഉണ്ടാക്കുന്ന ഒരു രീതിയാട്ടോ നമ്മൾ കാണാൻ പോണേ. ഇപ്പോ ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ മുക്കുറ്റി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി മുക്കുറ്റിയുടെ പച്ചമണം പോണ വരെ കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റ് പൂർണ്ണമായി റീപ്ലേസ് ചെയ്യണ വരെ ഇളക്കി ഇത് ഏകദേശം ഒരു ഡാർക്ക് പച്ച കളറായിട്ട് വരും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രഥമൻ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദാർത്ഥമാണ് നമ്മുടെ മുക്കുറ്റി എന്ന് പറയുന്നത്. അതായത് ദശപുഷ്പത്തിൽ പെടുന്ന ഏറ്റവും പ്രധാനമായ പ്രാധാന്യം അറിയിക്കുന്ന ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഔഷധ സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഇതിനിപ്പോ മുക്കുറ്റി എന്ന് പറയും, നിലന്തങ്ക് എന്ന് പറയും, തിണ്ടനാഴി എന്ന് പറയും. അങ്ങനെ ഒട്ടനവധി പേരുകൾ അറിയുന്ന ബയോഫൈറ്റോ സെൻസിറ്റീവ് എന്ന് പറയപ്പെടുന്ന ബൊട്ടാനിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിന്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് അതിവിപുലമാണ്. അതായത് പായസത്തിന് നമ്മളിതിനെ പായസമാക്കി മാറ്റുമ്പം ഇത് ഒരു ഫുഡിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പം ഇത് ഡയബറ്റിക് സപ്പോർട്ടിനാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ റോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏത് നശിച്ച കോശങ്ങളെയും റീജനറേഷൻ ചെയ്യാൻ കഴിവുള്ള, അതായത് നഷ്ടപ്പെട്ട യൗവനം തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന അപൂർവമായ ഒരു ഔഷധസ്യമാണ് മുക്കുറ്റി. നോക്കിയാൽ നിങ്ങൾ നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇതാട്ടാ, നിറയെ ഉണ്ടാവൂല. ഏത് റോഡിലെ വക്കലായാലും പറമ്പിലായാലും ഉള്ളതാണ്. ഇതുകൊണ്ടാണ് ഇപ്പോ നമുക്ക് മുക്കുറ്റി പ്രഥമൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ മുക്കുറ്റി പ്രഥമൻ ഉണ്ടാക്കാൻ ഇതിന്റെ എടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ വേര് ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി സമൂലം അരച്ച് പേസ്റ്റ് രൂപമാക്കിയേക്കാട്ടാ. അതായത് മുക്കുറ്റി പ്രഥമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപയർ എന്ന് പറയുന്നത്. ഇത് ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ മുക്കുറ്റി പ്രഥമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഏത് ഡയബറ്റിക് പേഷ്യന്റിനും ഉപയോഗിക്കാൻ പറ്റും. ആ ഡയബറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് മുക്കുറ്റി പ്രഥമൻ. അപ്പൊ അതിലേക്ക് ഇതിന്റെ കോൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനം ചെറുപയറാണ്. നമ്മൾ മറ്റ് പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ചെറുപയറാണ് ഈ പായസത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അതിന്റെ പച്ചമണം, മുക്കുറ്റിയുടെ പച്ചമണം കംപ്ലീറ്റ് പോയി. ആ കോൺസെൻട്രേഷനിൽ നമ്മൾ തേങ്ങ നമ്മൾ 3 പാലെടുക്കും. ഫസ്റ്റ് പാല് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കും. രണ്ടാമത്തത് അടുത്ത കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് 2ാം പാലെടുക്കും. 3ാം പാല് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എടുക്കും. ആ 3ാം പാലിലാണ് നമ്മൾ മുക്കുറ്റി ആദ്യം പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ആ നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത മുക്കുറ്റി 3ാം പാലിൽ നല്ലവണ്ണം തിളച്ച് കുറുകി വരുമ്പോഴാണ് അടുത്ത പാല് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജായി 3ാം പാൽ ആഡ് ചെയ്തത്. ആദ്യം ചെറുപയർ ഇവിടെ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതെടുത്ത് അതിൽ മിക്സ് ആക്കിയിട്ടാ ചെറുപയറും 3ാം പാലും തമ്മിൽ സമവായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കും. ശർക്കരപ്പാനി ഒഴിക്കുന്നതോടുകൂടി പയർ ദൃഢീകരിക്കും, അതിന്റെ റെസിപ്പി മാറും. അത് തിളച്ച് പാകമാകുമ്പോൾ തീ കുറച്ചിട്ട് 2ാം പാൽ ഒഴിച്ചിട്ട് വളരെ ചെറിയ കുമ്പളകൾ വരുന്ന പാകത്തിൽ നിർത്തിയിട്ട് നമ്മൾ വറുത്ത ജീരകപ്പൊടിയും
ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ചേരുമ്പോഴാണ് പ്രമേഹ നിരോധിനിയായിട്ട് ഈ വിഭവം മാറുന്നത്. ഫിനിഷ് ചെയ്യുന്ന പാല് ഒഴിക്കുകയാണ്. ആദ്യത്തെ നമ്മൾ എടുത്തു വെച്ച കട്ടിപ്പാല്. അപ്പൊ നമ്മുടെ മുക്കുറ്റി പ്രഥമൻ റെഡിയായി. അപ്പൊ അന്നം സമം ഔഷധം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ യജുർവേദത്തിൽ പരാമർശിച്ച ഒരു വാക്യമാണ്, ഒരാശയമാണ്. അതായത് യജുർവേദത്തിൽ അന്നത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് പൃഥ്വീയ ഔഷധായ ഔഷധീപ്യാന്നം അന്ന പുരുഷ സവേശ പുരുഷോന്റെ രസമയ. പൃഥ്വീയ ഔഷധായ ഭൂമിയിൽ കാണുന്ന എല്ലാ ചെടികളും എല്ലാ സസ്യലതാദികളും ഔഷധങ്ങളാണ്. ആ കള കൊണ്ടുള്ള സദ്യ ഇവിടെ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് കഴിക്കുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചറിയണ്ടേ ഈ ഒരു വിഭവം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ മാഡം ഇവിടുത്തെ എന്റെ പേര് തങ്കമോറീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മാഡം എങ്ങനെയുണ്ട്? ആയുള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിപ്പോ പറയേതേനി നമുക്ക് കല്യാണത്തിന് ഇങ്ങനെ ഒരു സദ്യ ആക്കിയാലോ. ഇപ്പൊ സാധനം കിട്ടാൻ വിഷമായിരിക്കുന്നു. ഒത്തിരി ആളുകളില്ലേ, ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. എല്ലാം ഉണ്ടെങ്കിലും മിക്കവാറും നല്ല. അതുപോലെ ഈ വാഴപ്പിണ്ടിയൊക്കെ ചുമ്മാ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലേ വെറുതെ കഴിക്കാൻ എന്തോരം പിണ്ടിയാ നമ്മളൊക്കെ വെറുതെ കളയുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ആശംസ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ പ്രകൃതിയിലോട്ട് മടങ്ങിയില്ലെങ്കിൽ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇതിന് മുൻകൈ എടുത്ത് നമ്മുടെ ടൈഗർ ലൈബ്രറി ഇവിടെ ഒത്തിരിയേറെ പ്രവർത്തനം, ഇത് മാത്രമല്ല സാമൂഹ്യവും എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാം ഏറ്റെടുത്ത് വളരെ കരുതലോടുകൂടി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അതിന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ അന്നാവശ്യത ഈ പരിപാടി കളസദ്യ നടത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായതാണ്. നമുക്ക് അടുത്ത് ഈ സാറിനോട് ചോദിക്കാം. സാറിന്റെ ഫുഡ് അടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫുഡ്? എങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഴപ്പിണ്ടി സാലഡ്. ശരി, ഒരു ടേസ്റ്റ് ബാക്കി എനിക്കറിയില്ല. സീ ഫുഡ് എക്സ്പോർട്ടറാണ്. അത് ശരി. സാറ് ആലപ്പുഴയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ കഴിക്കാം. അത് ശരി. നമുക്ക് ഈ സാറിനോടൊന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ. കറികളെല്ലാം ആദ്യം കഴിച്ചപ്പോൾ തന്നെ പൂർണ്ണ സംതൃപ്തിയാണ്. അങ്ങനെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് തോന്നും. വേറെ കഴിച്ചു നോക്കി. ആദ്യമേ കറികളെല്ലാം ടേസ്റ്റ് വളരെ തൃപ്തികരമായിരിക്കും. എല്ലാം നന്നായിരിക്കും. ഈ സാറിനോട് ചോദിക്കാം. സാർ എങ്ങനെയുണ്ട് ഈ ഫുഡ് കഴിച്ചിട്ട്? ഈ ഒരു വെറൈറ്റി ആണല്ലോ, ഇതുവരെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഫുഡ്? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഈ കള കണ്ടുള്ള ഒരു സദ്യ ആദ്യമായിട്ടാണ്. എങ്ങനെയാണ്? ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ എനിക്കും രാധാകൃഷ്ണൻ സാറുമായിട്ട് ഉള്ള പരിചയത്തിലാണ് രാധാകൃഷ്ണൻ സാറാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ സേവ് ദ മദർ എർത്ത് എന്ന് പറഞ്ഞൊരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കേരളത്തിലെ മിഷൻ പല സ്ഥലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത് അങ്ങനെയാണ് രാധാകൃഷ്ണൻ സാറുമായിട്ടുള്ള പരിചയം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഇത് തന്നെയാണ്, ആഹാരമാണ് ഔഷധം. അപ്പോൾ അത് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വരണമെന്നും പങ്കെടുക്കണമെന്നും തോന്നി. ആഹാരം കഴിച്ചപ്പോൾ സാധാരണ നമ്മൾ ഒരു സദ്യ കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ വളരെ നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ വെറുതെ കളയുന്ന, വെറുതെ കളയാണെന്നും പറഞ്ഞ് നമ്മൾ സംശയദൃഷ്ടിയോടെ അല്ലെ ശത്രുവിനെ പോലെ കാണുന്ന സാധനങ്ങളൊക്കെ ഇത്രയും നമ്മുടെ ഉപകാരികളായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ചൊറിയണം ഇതുണ്ട്. എല്ലാ സാധനങ്ങളും വളരെ സാർ പറഞ്ഞില്ലേ, ഒരു സാധനം പോലും കളയാനില്ല. എല്ലാം തന്നെ പൂർണ്ണമായിട്ട് കഴിക്കാം. മറ്റേത് നമുക്ക് പകുതി വേസ്റ്റ് അല്ലേ. വളരെ നന്നായിരുന്നു. വയറൊക്കെ നന്നായിട്ട് നിറച്ച് വളരെ ഒരു താല്പര്യമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ പലരും ആദ്യമായിട്ടല്ലേ കഴിക്കണേ? ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെയുള്ള സദ്യ കഴിക്കുന്നത്. ആദ്യത്തേതിൽ തന്നെ വളരെ തൃപ്തനായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു കുഴപ്പമില്ല. ഇത് കണ്ടില്ല, എല്ലാം ക്ലീൻ ആക്കി. ക്ലീനായി.
സദ്യവട്ടങ്ങളില് കളസസ്യങ്ങള് ഏതാണ്ട് 200-ന് മേല് റെസിപ്പികൾ 200-ന് മേല് വിഭവ സമൃദ്ധിയാണ് ഡോക്ടർ സജീവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ ഇപ്പോൾ ഏതാണ്ട് 65 ഐറ്റങ്ങളാണുള്ളത്. അത് 100ഓളം വിഭവങ്ങളാകുന്ന ഒരു പുതിയ പുസ്തകം അടുത്ത മാസം തന്നെ അത് പുറത്തിറങ്ങുകയാണ്, എഡിറ്റഡ് ആയിട്ടുള്ള പുസ്തകം. അതുകൂടാതെ നമ്മൾ 5, 9, 11, 15, 18, 24 അങ്ങനെ വിവിധ പാറ്റേണുകളിലാണ് ഈ വിഭവങ്ങൾ നമ്മൾ ചോറും അതാണ് പ്രധാനമായിട്ടും നമ്മുടെ മുക്കുറ്റി പ്രഥമനും നിലമ്പരട്ട പ്രഥമനും പോലുള്ള സാധനങ്ങൾ. ഇവിടെയുള്ള ഈ വിഭവങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത കാട്ടലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഇത്ര നല്ല ഒരു കവറേജുമായി ഞങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ചിലർ വരുമ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടും ഞങ്ങൾ ആ കാര്യത്തിൽ അന്വേഷണം ടീമിന് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ രസം എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ? ഇതില് തുമ്പപ്പൂ, തുമ്പയുടെ പിന്നെ അതുപോലെ അതില് കടുകിന്റെ പൊടി, ജീരകപ്പൊടി, നമ്മള് പിന്നെ സാധാരണ രസത്തിൽ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഒന്നുമില്ല. ഇതില് കടുകുണ്ട്, പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, വാളംപുളി, പരിപ്പിന്റെ അടിപൊളിയായിട്ട് രസം. 85-ലാണ് ഈ ഗ്രാമത്തിൽ ഒരു ലൈബ്രറി തുടങ്ങിയത്. അപ്പോ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും ഒക്കെ ഞങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അന്നം ഔഷധം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതിനു മുമ്പ് 2016 ഒരു പരിപാടി നടത്തിയിരുന്നു. അതുകൂടാതെ നിയമസഭയിൽ നടത്തിയിട്ടുള്ള ആ കളസദ്യ അതിന്റെ പുറയിൽ പ്രവർത്തിച്ചവരും ഡോക്ടറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചവരും ഈ ലൈബ്രറി പ്രവർത്തകരായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു അനുഭവം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഇവിടെയുള്ളവര്. റെസ്പോൺസിബിൾ ഫാമിംഗ് എന്നുള്ള രീതിയിൽ സേവ് ദ മദർ എർത്ത് എന്നുള്ള ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ശ്രീ ജോജോ സാറും ഫാമിലി അഡ്വക്കേറ്റ് ജോജോ സാറിനും അദ്ദേഹത്തിന്റെ ബിസിനസിനും ഇവര് പൊള്ളാച്ചിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂലമറ്റത്ത് നിന്ന് തൊടുപുഴ മൂലമറ്റത്ത് നിന്ന് എത്തിയിട്ടുള്ള ഈ ദമ്പതിമാരാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ വൈക്കത്തു നിന്നുള്ള ശ്രീ അനീഷും വൈഫ് ഇവിടെ എത്തിയിട്ടുള്ള ഇവരെല്ലാവരും ഈ മിഷന്റെ ഭാഗമായിട്ട് ഈ അന്നം ഔഷധം എന്നുള്ള ആ മിഷനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കാം. അതായത് 2016 കേരള നിയമസഭയുടെ പിന്നെ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ആണ് അത് നിയമസഭയുടെ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ വെച്ചിട്ടായിരുന്നു ഈ ബുക്ക് പ്രകാശനം ചെയ്തത്. 2016 സെപ്റ്റംബർ 26-ാം തീയതി. ഈ ബുക്കിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഈ അടുത്ത മാസം സെപ്റ്റംബർ 6-ാം തീയതി കൈതപ്രം രാമോദരൻ നമ്പൂതിരി പാലക്കാടിലെ ആയുഷിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ. തേരകം അല്ലെങ്കിൽ പാറ കൊണ്ടുള്ള കാളനാണ്, കുറുക്ക് കാളൻ. പിന്നെ ഇത് വാഴയില കൊണ്ടുള്ള തോരൻ, കാട്ടുചീര കൊണ്ടുള്ള പച്ചടി, പുളിയില കട്ടി, പുളിയാറില ചമ്മന്തി, വാഴപ്പിണ്ടി സാലഡ്, മഷിത്തണ്ട് ഓലൻ. മഷിത്തണ്ടിന്റെ മറ്റൊരു വിഭവമാണ് സാലഡ്. മഷിത്തണ്ട് ക്യാരറ്റും കൂടിയിട്ടുള്ള സാലഡ്. ഇത് ചൊറികണം കൊണ്ടുള്ള സ്റ്റൂ. പിന്നെ ഇത് നിലമുരിങ്ങ വറുത്തലിശ്ശേരി. നിലമുരിങ്ങയുടെ വറുത്തലിശ്ശേരി, നിലമുരിങ്ങ അല്ലെങ്കിൽ വേള എന്ന് പറയുന്ന ചെടി കൊണ്ടുള്ള വറുത്തലിശ്ശേരിയാണ്. ചെമ്പരത്തി ഇല കൊണ്ടുള്ള സാമ്പാർ, തുമ്പ കൊണ്ടുള്ള രസം, ഇത് രസം, മുക്കുറ്റി കൊണ്ടുള്ള പായസം, പ്രഥമൻ. അപ്പൊ ഒന്ന് പറഞ്ഞ ഈ കളസദ്യനെ കുറിച്ച് 2 വാക്ക്. ഇപ്പൊ നമ്മുടെ ഇന്ന് എന്റെ 501ാമത്തെ ഔഷധ സദ്യയാണ് നടക്കുന്നത്. ഔഷധ സദ്യയാണ്. അതായത് ഔഷധ സദ്യ എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. കളകൾ എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് കളസദ്യ. കള എന്ന് പറയുന്ന വേട് പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് എന്റെ ഭാഷയിൽ കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഒരു ഉദ്ധാരകൻ എന്നാണ് എന്റെ പ്രോജക്റ്റിന്. മാനവരാശിയുടെ ഉദ്ധാരകൻ എന്നാണ് കളയെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ 501ാമത്തെ ഔഷധ സദ്യയാണ് ഇന്നിവിടെ അറിയുന്നത്. അപ്പൊ കളകൾ എന്ന് പറയുന്നത്
നമുക്ക് പറിച്ചു കളയാനുള്ളതല്ല. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സ്വീകരിക്കേണ്ടവയാണ്. കളയുടെ സംരക്ഷണത്തോടുകൂടി നമ്മുടെ ഒരു പാരിസ്ഥിതികമായ സൗഹൃദം നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു. നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട, ജൈവവളം ഉപയോഗിക്കേണ്ട, ഇതെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന നമ്മൾ പറിച്ചു കളയുന്ന കളകൾ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ അന്നം ഔഷധം എന്ന് പറയുന്ന ഈ ഭക്ഷ്യാരോഗ്യ പദ്ധതിയിൽ ഏറ്റവും എടുത്തു പറയുന്നത്. ഇതിൽ ശ്രദ്ധയിപ്പോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ ഒരു കൂട്ടായ്മ കൊണ്ടോ ഒരാഴ്ചത്തെ കൂട്ടായ്മ കൊണ്ടോ നമുക്ക് ഈ ചെടികളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരേ ചെടികൾ തന്നെ ഒരേ വിഭാഗത്തിലുള്ള ചെടികൾ